എന്താ? എന്തിനുള്ള പുറപ്പാടാന്ന്? കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ കാവടി എടുത്ത് 51 വീട് കയറി തെണ്ടിക്കോളാമെന്ന് നേർച്ചയുണ്ടായിരുന്നേ. കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ? അതൊക്കെ ഉണ്ടോ. താൻ വൈകാതെ ഡ്യൂട്ടിക്ക് പോ. ഹര ഹര ഹരോ ഹര. ഹര ഹര ഹരോ ഹര. ഹര ഹര ഹരോ ഹര. ഹര ഹരോ ഹര. ഹര ഹരോ ഹര. ഹര ഹരോ ഹര. ഹര ഹരോ. അയ്യോ, നീയായിരുന്നോ? എനിക്ക് നിലക്കണ്ട് മനസ്സിലായില്ല. എന്താണ് ഈ വേഷത്തിൽ? ഞാനുമായി കല്യാണം തീരുമാനിക്കാൻ പോകുന്ന നന്ദിനി അവന്റെ കൂടെ ആ ഡോക്ടറുടെ കൂടെ അയച്ചത് വല്ലവരും കണ്ടാ എന്ത് വിചാരിക്കും? ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും ഒന്നും വിചാരിക്കാനില്ല. കല്യാണം തീരുമാനിച്ചവന്റെ കൂടെ തന്നെ അവളെ വിട്ടു. ഞാൻ അവളോടാകുന്നതും പറഞ്ഞു നോക്കിയടാ മഹാദേവ. എന്ത് ചെയ്യാം? അവക്ക് നിന്നെ വേണ്ടെന്ന്. ഡോക്ടറെ അവൾക്ക് ഇഷ്ടപ്പെട്ടു പോയത്രേ. ഞാൻ അവളെ തല്ലി. നീ ഒപ്പിട്ട പ്രമാണം കാണിച്ചു കൊടുത്തു. അവൾ എന്ത് ചെയ്തെന്നോ ആ പ്രമാണം എന്റെ പിടിച്ചു വാങ്ങിച്ചിട്ട് പറയുക, ദേവന്റെ സ്വത്ത് എനിക്ക് വേണം, പക്ഷെ എന്റെ ഭർത്താവ് ഡോക്ടറായിരിക്കുമെന്ന്. അത് കേട്ടെന്റെ നെഞ്ച് തകർന്നു പോയടാ. ഇനിയിപ്പോ ഒരു രക്ഷയില്ല. എനിക്ക് കൂടുതലും പറയാൻ പറ്റുമോ? ലണ്ടനിൽ പഠിച്ച പെണ്ണല്ലേ? സാരമില്ലടാ, നമുക്ക് വേറെ കേട്ടാം. ഇവള് മാത്രമല്ലല്ലോ നാട്ടിലൊരു പെണ്ണ്. ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് നല്ല കിളി കിളി പോലത്തെ ഒരു പെണ്ണിനെ അമ്മാവൻ ഏർപ്പാടാക്കി തരും. ആ സത്യം. എല്ലാം ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. എന്നിട്ടും ഡോക്ടർക്ക് ഞാൻ ദ്രോഹം വല്ലതും ചെയ്തു. എന്താ അങ്ങനെ ചോദിക്കാൻ? നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഈ ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങൾ കിട്ടുമല്ലോ. ഒരേ ഒരു നന്ദിനിയെ മാത്രം എനിക്ക് വിട്ടു തന്നൂടെ? ഓ അതാണോ? ഞാനിപ്പോ കുറച്ച് ബിസിയാ. കുറച്ച് മെഡിക്കൽ ബുള്ളറ്റിനുകൾ റെഫർ ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ കാണാം. ഞാൻ ഉണ്ടായെന്ന് വരില്ല. എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ ചെല്ല്, നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. എനിക്കിപ്പോ സംസാരിക്കണം. ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. ഡോക്ടർ പ്ലീസ്, ഡോക്ടർ വാതിൽ തുറക്കേ. ഡോക്ടർ വാതിൽ തുറക്കണ പറയുന്നത്. അത്ഭുതപ്പെടാനില്ല. ഒരു കാല് കാണാനുണ്ട്. പെട്ടെന്ന് ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ സൂര്യനെ മറയ്ക്കും പോലെ കർമ്മദോഷത്തിന്റെ ഫലമായിട്ട് വിഘ്നങ്ങൾ ഉണ്ടായേ തീരൂ. കുംഭരാശിക്കാർക്ക് അനുകൂല കാലമാണെന്ന് കഴിഞ്ഞ മാസം എന്നോട് പറഞ്ഞിരുന്നു. പെട്ടെന്നാണല്ലോ ധനുവും രാഹുവും ദിശ മാറിയത്. മാത്രവുമല്ല 3 സബ്ജാതങ്ങളുമായിട്ടാണ് മത്സരം. എന്തെങ്കിലും പ്രതിവിധി? സോമനാഥ ക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി നോക്കാവുന്നതാണ്. സോമനാഥ ക്ഷേത്രം എന്ന് വെച്ചാൽ അങ്ങ് ഗുജറാത്തിലോ? അതെ. അവിടം വരെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ എല്ലാം കഴിഞ്ഞേക്കാം. മറ്റൊരു പ്രതിവിധിയുമില്ല. ഇഷ്ടപ്പെടുന്നവർ തമ്മിലുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത്? എനിക്കാണ് ഇഷ്ടം, അവനാണ് തടസ്സം നിൽക്കുന്നത്. എല്ലാ കാര്യവും ഇന്ന് വരെ ഇവിടെ ചോദിച്ചിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു ആപൽഘട്ടം വന്നപ്പോ എന്നെ ഇങ്ങനെ കൈയൊഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, നമുക്ക് എന്നെ പറ്റിക്കായിരുന്നു. അതെ, എന്തിനും പരിഹാരം ഉണ്ടാക്കാം. ഒന്നും പറയണ്ട. ജപ്പാനിൽ കൊണ്ടുവന്ന പാൽക്കുഴമ്പ് എന്നിവ ഉള്ളം കയ്യിലിട്ട് ചലച്ചുണ്ടാക്കിയ ഈ മരുന്ന് നിങ്ങളെ ചൂട്ടുവരെ കൊണ്ട് തോണ്ടിയെടുത്ത് അണ്ണാക്കിട്ട് ഒരു 3 കറക്ക് ടപ്ലിയു 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 എന്ന് സ്വരം കേട്ടാൽ സംശയിക്കേണ്ട സുഹൃത്തെ നിങ്ങളുടെ രോഗം നിശ്ചയിച്ചം മാറി. നോക്കണം സാർ, ഇതുപോലെ എന്റെ കയ്യിലിരിക്കുന്ന കട്ടുമ്പനെ ആനയാക്കാം, പൂനയാക്കാം, പൂനെ ചേനയാക്കാം. ഇത് മായമല്ല, ജാലമല്ല, മരുന്നിന്റെ മാറ്റൊരു ശക്തി മാത്രമാണ്. ആലപ്പിയടി മാലി കൊണ്ടോട്ടി കൊല്ലേണ്ട വിദേശരാജ്ഞ ചുറ്റിത്തട്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ പറയുമ്പോ കളിയാണ് പൊളിയാണ് ചതിയാന്ന് അറിയില്ല സുഹൃത്തേക്കില്ല. പാറയിൽ മിളിയാൽ തെറിക്കുക, വെള്ളത്തിൽ മിളിയാൽ നുരവങ്ങുക, ചില മൂത്രം. നീ നാവാട്, ഞാൻ മൂത്രം വെച്ചിട്ട് ഇപ്പൊ വരാം. നോക്കണം സാർ, ഇതിൽ മായമില്ല, മന്ത്രമില്ല, ജാലമില്ല. എനിക്കിനി ഒന്നും നോക്കാനില്ല. നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും. നീ കൊണ്ടുവന്ന ഡോക്ടർ എന്റെ ജീവിതം തൊലച്ചടാ, അറിയാവോ?
എന്നൊന്നും ചെയ്യരുത്. അവനൊരു വ്യാജ ഡോക്ടറാണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ത്? അറിഞ്ഞപ്പോ അവനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, അറിയാത്ത പണി ചെയ്ത് മനുഷ്യനെ കൊല്ലരുതെന്ന്. കേട്ടില്ല. എന്താ ഉണ്ടായത്? ആ വ്യാജനെ പോലീസ് പിടിച്ചോ? വ്യാജം? അത് ശരി. ഇന്നത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞോ ഡോക്ടർ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? ഇവിടെ അസൗകര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. ഡോക്ടർ എന്താ ഒന്നും മിണ്ടാത്തത്? ഓ, മനസ്സിലായി മനസ്സിലായി. നന്ദിനിയും ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ തടസ്സമാകുമോ എന്നുള്ള സംശയം അല്ലേ? ഇനി ആ സംശയം വേണ്ട. നന്ദിനിയെ ഡോക്ടർ തന്നെ വിവാഹം കഴിക്കണം. പിന്നീടാ ഞാൻ ആലോചിച്ചത്, ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. ലണ്ടനിൽ പഠിച്ച വനിതാ ഡോക്ടറും മണിപ്പാലിൽ പഠിച്ച പുരുഷ ഡോക്ടറും. നിങ്ങൾ തമ്മിൽ ഭയങ്കര ചേർച്ചയാണ്. ഈ കല്യാണം നമുക്ക് എവിടെ വെച്ച് നടത്താൻ? ക്ഷേത്രം മതിയോ അതോ കല്യാണ മണ്ഡപം വേണോ? കല്യാണത്തിന്റെ അന്ന് ഈ നാടൊന്ന് ഇളകി മറിയണം. അത് ഞാൻ ഇളക്കി തരാം. ഡോക്ടർ വിഷമിക്കേണ്ടി വരില്ല. പിന്നെ ചില അവകാശങ്ങളൊക്കെ ഞാൻ എടുക്കും. ഉദാഹരണത്തിന് കല്യാണത്തിന്റെ അന്ന് ഡോക്ടർ കൊടുക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ഞാൻ വാങ്ങും. ഡോക്ടർ എന്ത് പറയുന്നു? അത് ദേ എതിര് പറയരുത്, എനിക്ക് സങ്കടം വരും. ഒരു ഫോട്ടോ ഉണ്ടോ കയ്യില്? ഫോട്ടോ ഡോക്ടറുടെ പത്രത്തിൽ കൊടുക്കാനാ. ഡോക്ടറുടെയും നന്ദിനിയുടെയും ഒരു അടിക്കുറിപ്പ് ഉണ്ടാവും. ഡോക്ടർ രാജഗോപാൽ, ഡോക്ടർ നന്ദിനി. ഇവർ ചിലപ്പോൾ അടുത്ത ആഴ്ച വിവാഹിതരായേക്കും. അങ്ങനെ കൊടുക്കാൻ എന്താ? വിവാഹിതരായേക്കെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വിവാഹം കഴിഞ്ഞിട്ട് വിവാഹിതരായി എന്ന് പറഞ്ഞു കൊടുത്താ പോരെ? അതിൽ പുതുമയില്ല. വിവാഹിതരായേക്കും എന്ന് പത്രത്തിൽ കൊടുക്കുന്നതാണ് പുതുമ. ഫോട്ടോതാ 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 ഫോട്ടോ ഒന്നും ഇല്ല. ഫോട്ടോതാ. എന്തായി സാവിത്രി? എന്ത്? നന്ദിനോട് നീ സംസാരിച്ചില്ലേ? സംസാരിച്ചല്ലോ. എന്നിട്ട് അവക്ക് ഏതോ ലൈബ്രറിയിൽ പോണോത്രേ. പിന്നെ ഏതോ ഒരു ഇംഗ്ലീഷ് പടത്തിന് കാസറ്റ് കൊടുക്കണമെന്ന്. കാസറ്റോ? ഛേ, അതല്ല ഞാൻ ചോദിച്ചത്. ഡോക്ടറുമായിട്ടുള്ള കല്യാണക്കാര്യത്തെ പറ്റി സംസാരിച്ചില്ലേന്ന്. ഇല്ല. സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? പൂവ്. പക്ഷെ സംസാരിക്കണമെന്ന് എനിക്കൂടെ തോന്നണ്ടേ? ഒരു പാവം ചെറുക്കന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ട് പറഞ്ഞ പോലെ അവനെ ഇവിടെ കാണുന്നില്ലല്ലോ. എന്തിനാ കാണുന്നത്? ഈ വീടിന്റെ അവകാശം കൂടി നിങ്ങൾ എഴുതി വാങ്ങിയില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ മുൻകൈ എടുത്തിട്ടാണ് നന്ദിനിയെ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതെങ്ങാനും അവനോട് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ. ഈ മാധവൻ തമ്പിയുടെ തലസുരമം നീ കണ്ടിട്ടില്ല? ഓ, ഞാൻ ഒരുപാട് കണ്ടതാ. ആ കണ്ടതുപോലെ ഇനി നീ കാണാൻ പോകുന്നത്. എന്ത് കുന്തമായാലും നന്ദിനി അത്ര പെട്ടെന്ന് ഒരു കല്യാണത്തിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ കാര്യം ഞാൻ നോക്കിക്കോളാം. കല്യാണത്തിന് അങ്ങനെ അവിടെ സമ്മതിച്ചില്ലെങ്കിലുണ്ടല്ലോ അവിടെ കയ്യും കളിയാൻ ചവിട്ടി പിടിക്കും. ആരുടെ കയ്യും കാലാണ് അമ്മാവ? ആര്യത്? മഹാദേവനോ? നീ എവിടെ ആയിരുന്നടാ? അതെ, നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നന്ദിനിയുടെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കുന്നു പറയായിരുന്നു. അതൊന്നും വേണ്ടിവരില്ല അമ്മാവ. അല്ലാതെ തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും. ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം ചോദിക്കട്ടെ മോനെ മഹാദേവ, എന്താ നീ ഉദ്ദേശിച്ചത്? കടിഞ്ഞാൺ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഏത് കടിഞ്ഞാൻ? നീ കുതിരയെ മേടിച്ചു? ഒരു എലിയെ പിടിച്ചാൽ പൂച്ച അതിനെ പെട്ടെന്ന് അങ്ങനെ തിന്നുകടയില്ല. കുറേ നേരം ഇങ്ങനെ തട്ടി തട്ടി കളിക്കും. അതൊരു രസാ. ഏത് പൂച്ച? ഏത് എലി? പൂച്ച ഞാനാ. എലി എലി അത് പിന്നെ പറയാം. ഇപ്പൊ പറ മോനെ. വേണ്ട, കാര്യം അറിയുമ്പോ അമ്മാവൻ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നില്ലെങ്കിൽ നോക്കിക്കോ. ഒന്ന് പറ മോനെ. പിന്നെ പറയാം. നന്ദിനിയെ അവൾ ഇഷ്ടപ്പെടുന്ന മിടുക്കനായ ഡോക്ടർ തന്നെ കെട്ടട്ടെ. എവിടം വരെയായി അമ്മാവ കാര്യങ്ങൾ? ഇന്ന് കാലത്ത് അവള് പറയാ അവ ഉടനെ ഡോക്ടറെ കല്യാണം കഴിക്കണമെന്ന്. സ്ത്രീധനത്തുക നാളെ തന്നെ ഡോക്ടർക്ക് കൊടുക്കണമെന്നും. അവന്റെ വീട്ടിൽ അറ്റകുറ്റപ്പണി ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ കുഞ്ഞേ. ഡോക്ടർ അറ്റകുറ്റപ്പണിയൊക്കെ തുടങ്ങിയോ? അതെന്നെ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നേ എന്റെ വിധിയാണ്. രക്ഷപ്പെടാനുള്ള അവസാന സന്ദർഭവും നഷ്ടമായി. 2 ദിവസത്തിന് നല്ലൊരു തുക കൈ വന്നേനെ. എല്ലാം തോന്നി. ഈ മഹാദേവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിന്നെ നേരി കണ്ടിട്ടും ഒരു വ്യാജനാണെന്ന ഭാവം പോലും നടിക്കാത്തത്. ഏതോ വാഹനം വന്നിട്ടുണ്ട്. ഏയ്, നിന്റെ ഉള്ളിലുള്ള ഭയം കൊണ്ട് തോന്നിയതാ. അല്ലോ പോലീസ്! എങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട് വ്യാജ ഡോക്ടർ? ഒളിച്ചോടാനുള്ള പദ്ധതിയാണല്ലേ? വ്യാജ ഡോക്ടറുടെ കൂടെ വ്യാജ ദല്ലാളും ഉണ്ടല്ലോ. അതും സൗകര്യമായി. ഇവനെ തെരഞ്ഞ് നമ്മൾ ഇനിയും കറങ്ങാതെ കഴിഞ്ഞല്ലോ. രണ്ടുപേരും പോന്നോളൂ. വാട